ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇന്ന് നോമ്പിന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഞാനുണ്ട്, ഫാഹിസ് ഹംസയുണ്ട്, നിഹാൽക്കുണ്ട്. ഇത് ഫാഹിസിന്റെ ജാക്കറ്റ് ആട്ടോ, വില കൂടിയ 100 രൂപയുടെ ജാക്കറ്റ്. ഇവിടെ സബു മാക് ബ്രോ, സബു മാക്സ്, നമ്മുടെ ജഫൂർ ഡ്രൈവിംഗിലാണ്. ശല്യപ്പെടുത്തിട്ടാ. അപ്പോ വളരെ വളരെ മികച്ച ഒരു ഗാനമാണ്, ഭയങ്കര അടിപൊളി ഒരു പാട്ടാണ്. ഞാനും സാബുവും ഫായിസും കൂടി ആലപിച്ച ആരുടെ മ്യൂസിക്കാ? സാബുക്കാട് മ്യൂസിക് അല്ലേ? സാബുക്കാട് മ്യൂസിക്കാണ്. വരി ആരാ? സാദിഖ് പെരുമുഖത്തിന്റെ വരിയിൽ സാബു മാക്ബ്രോയുടെ മ്യൂസിക്കിൽ ജാസിം ജമാലും സാബുവും ഫായിസും ചേർന്ന് ആലപിച്ച ഗാനത്തിന്റെ ഷൂട്ടിലേക്ക് നമുക്ക് പോകാം. കമാ. ഡയറക്ഷൻ ഗഫൂർ കൊളത്തൂർ. യെസ്, അപ്പൊ നമ്മളെങ്ങനെ പുഞ്ചപ്പാടം എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പുഞ്ചപ്പാടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആദ്യം പുഞ്ചപ്പാടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതേതാണ് എന്താ സ്ഥലത്തിന്റെ പേര്? എന്തോ ഒരു കോഴിവട്ടം വിളിക്കുന്നൊക്കെ അങ്ങനെ സ്ഥലത്തിന്റെ പേരാണ്. അതെ, ഭയങ്കര സുന്ദരമായ അതിസുന്ദരമായ ഗ്രാമം. ഈ വാഴ ഒരു വാഴയാണ്. അവിടെ കുറച്ച് വാഴകൾ നിൽക്കുന്ന നോക്ക്. വാഴ വൺ എന്തോ സുഖം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്ക്? ഡയറക്ടർ. നമ്മുടെ ഷൂട്ടിന്റെ ആദ്യത്തെ ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. സാബു ക്ഷീണിച്ചോ? ആദ്യത്തെ ഫേസ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഫേസിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ഫേസ് അവിടെ ആയിരുന്നു, രണ്ടാമത്തെ ഫേസ് ഇതാ, മൂന്നാമത്തെ ഫേസ് അതാ വരുന്നു. ജാസിം ജമാൽ ഓൺ ദ വ്ലോഗ്. ആയിക്കോട്ടെ, രണ്ടുപേരും നോക്ക്. എടാ നല്ല ഭംഗിയുണ്ടോ? പിന്നെ രണ്ടാമത്തെ ലൊക്കേഷൻ കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയണമെന്നില്ല, ഞാൻ ജസ്റ്റ് വെറുതെ ലൊക്കേഷനെ കുറിച്ച് പറയാതിരിക്കുകയാണെങ്കിൽ കൊള്ളാല്ലേ, ഒരു നല്ലൊരു എസ്തെറ്റിക്സ് ഉണ്ട് അവിടെ. ക്യാമറാമാൻ ഓൺ ഗെറ്റിംഗ് റെഡി. യെസ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നോമ്പായതുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ട് ആകെ ലംബായിട്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇഫ്താർ പോയിട്ട് കൂടണം. ഇഫ്താറോടെ ഇന്ന് ഇഫ്താർ ക്ലബ് ഷവായ കൊണ്ടുപോകും. ഫുള്ള് പ്രീമിയം ആക്കി ഒന്നുകൂടി ഓന്റെ പോൻ പറഞ്ഞ സാധനം അതിലിടരുത്. അവിടെ ക്ലബ് ഷവായ ഒന്നുകൂടി പറഞ്ഞു. നീ ക്ലബ് ഷവായ എന്ന് പറയണില്ലേ? ക്ലബ് ഷവായ നമുക്ക് പോവാം. മതി സാബോ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടായി കാണുന്നത്. മൊഞ്ചന്നെ അതിന്റെ നല്ല ഫോട്ടോ ഇട്ടിരുന്നു. എല്ലാം ഓക്കെ അല്ലേ ഡയറക്ടർ? അപ്പൊ നമ്മുടെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഷൂട്ട് നമ്മൾ ഉദ്ദേശത്തിനേക്കാൾ അപ്പുറം ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നിഹാലിന്റെ അടുത്താണ് കാര്യങ്ങളൊക്കെ. നിഹാല നാളെ തരണം എന്ന് പറഞ്ഞാൽ നാളെ തരണം. മറ്റന്നാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ദിവസം എനിക്ക് ചെയ്യാൻ ടൈം വേണം. ഇത് പാട്ട് റമദാനായിട്ടാണ്, വെറുതല്ല. റമദാന്റെ പാട്ടാണ്. നമ്മൾ നോമ്പ് 13 വളരെ ഗംഭീരമായിട്ട് ക്ലബ് ഷവായിൽ കൂടാൻ വേണ്ടി യാത്ര തിരിച്ചിരിക്കുകയാണ്. എല്ലാ തവണയും നമ്മൾ പള്ളിയിൽ പോയിട്ട് കൂടാറാണ് പതിവ്. ഇത് നമ്മൾ അത്ര ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വിപുലമാക്കാം എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അള്ളാഹു എല്ലാം റാഹത്താക്കട്ടെ. നമ്മളങ്ങനെ പള്ളിയിൽ കയറി നിസ്കരിച്ചു. ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ
ഇൻഷാ അല്ലാഹ് ഇഫ്താർ മീറ്റ് ക്ലബ് ഷവായിൽ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. വണ്ടി എടുക്കുന്നൊക്കെ അങ്ങനെ നമ്മൾ ക്ലബ് ഷവായിലെത്തി. ക്ലബ് ഷവായ ബ്ലറായി പോയി. തെരാവാത കറങ്ങുന്ന കോഴി ഷവായ ക്ലബിലെത്തിയിട്ടുണ്ട്. ക്ലബ് ഷവായ അല്ല, ഷവായ ക്ലബിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞിട്ട് നോമ്പ് തുറ കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. കോഴിയെല്ലാം കറങ്ങുന്നുണ്ട്. കോഴി കറങ്ങുന്നുണ്ട്. കറങ്ങ്. കോഴി ഇറങ്ങി. ഗൈസ് അങ്ങനെ നമ്മൾ ക്ലബ് ഷവായിലെത്തി. എല്ലാവരും ഇഫ്താറിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. സാബോ ഇഫ്താർ ഇത് വളരെ സുഭിക്ഷമായിട്ടുള്ള ഇഫ്താറാണ്. ഇതുവരെ ഈ നോമ്പ് തുറന്നിട്ട് വീട്ടിൽ നിന്നല്ലാണ്ട് ഇതുവരെ നല്ല ഇഫ്താർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പൊളിക്കും. അത് വീട്ടിൽ പോകണ്ട. ഞാൻ 4-5 നോമ്പ് വീട്ടിലായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പൊളിക്കും. നോമ്പ് തുറക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കും. ഒന്നിലെ മധുരം കുറവേ. ബാങ്ക് കൊടുക്കുന്നില്ല, സമയമായിട്ടില്ല. ഇത്തിരി സൗണ്ട് ആണോ? കുറച്ചുകൂടി സൗണ്ട് ഉണ്ടെങ്കിൽ സെറ്റാ. ബാങ്ക് കൊടുക്കുന്നില്ല പിന്നെയും. ബാങ്ക് കൊടുത്താ എല്ലാവരും 40 കൊടുക്കൊന്നും കാര്യം 35 ഞാൻ പിന്നെ ഏത് സമയത്തും ബാങ്ക് കൊടുക്കുന്നതാണ്. അവരൊക്കെ തുറന്ന് ദൈവണ്ണൊക്കെ തുറന്ന് ദൈവണ്ണൊക്കെ വെള്ളം കുടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുറക്കല്ലേ? തണ്ണിമത്തൻ ജ്യൂസ്, പെരി പെരി ഷവായ കഴിക്കാം. ഫുഡ് കഴിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ബീഫ് കഴിക്കുന്ന നിഹാൽ. നമ്മളെ സാലഡ് പിന്നെ പറഞ്ഞില്ല അല്ലേ? എന്താ വയറിറങ്ങ? ഗായ്സ് നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വയ്യാതെയായി, ഇവിടുത്തെ ചാവാറായി. സോ ഇന്നത്തെ നോമ്പ് തുറ എല്ലാം റാഹത്തായി, അൽഹംദുലില്ലാ ഖൈറായി, എല്ലാം കൊണ്ടും അടിപൊളിയായി, വയറ് നിറഞ്ഞ് പൊട്ടാറായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാവരെയും കാണുന്നവരേക്കും ബായ്.